സ്കാർ സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത് 36 ഇഞ്ച് ശരീരവണ്ണമുള്ളവർക്കുള്ള ഒരു സാരി ബ്ലൗസാണ്. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് തുണി ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് വേണം നമ്മൾ ബാക്കിലെ പീസ് കട്ട് ചെയ്യാൻ. ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നത് ബാക്കിലെ പീസാണ്. അപ്പം 36 ഇഞ്ച് ശരീരവണ്ണമുള്ളവർക്ക് അതിൻ്റെ കൂടെ 36ൻ്റെ കൂടെ 8 ഇഞ്ച് കൂടി ലൂസ് കൂട്ടി 44 ഇഞ്ച് വണ്ണം ഇട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അപ്പം 44ൻ്റെ 4/1 11 ഇഞ്ച്. ആ 11 ഇഞ്ച് വണ്ണം വേണം നമുക്ക് ബാക്കിലെ പീസ് ഇങ്ങനെ മടക്കി ഇട്ട് കഴിയുമ്പോൾ എടുക്കാൻ. ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 14.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടി കൂട്ടി 15.5 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇവിടെയും അതേ 15.5 ഇഞ്ച് അടയാളപ്പെടുത്തിക്കൊണ്ട് നമുക്കിത് രണ്ടും കൂടെ ചേർത്തൊരു ലൈൻ കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കഴുത്താണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ കഴുത്തിൻ്റെ ഇറക്കം ബാക്കിലേത് 6 ഇഞ്ചാണ് അടയാളപ്പെടുത്തേണ്ടത്. 6 ഇഞ്ച്, അകൽച്ച 2.5 ഇഞ്ച്, കഴുത്തിൻ്റെ അകൽച്ച 2.5 ഇഞ്ച്, ഷോൾഡർ 11.5 ഇഞ്ച്. 11.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതിൻ്റെ ആം ഹോൾ നമ്മൾ 6 ഇഞ്ച് അടയാളപ്പെടുത്തണം. കൈക്കുഴി 6 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമുക്കിനി ഇതൊരു ബോക്സ് പോലെ ആക്കണം. അപ്പം നമുക്ക് ദാണ്ട ഇങ്ങനൊരു ബോക്സ് പോലെ ആക്കി എടുക്കണം. ആ കഴുത്തിൻ്റെ ഇറക്കം 6 ഇഞ്ചല്ലേ അടയാളപ്പെടുത്തി, അതേപോലെ അവിടെ നിന്ന് താഴോട്ടും 6 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ദാണ്ട് ഇങ്ങനെ അങ്ങ് യോജിപ്പിച്ച് ആ ഒരു ബോക്സ് പോലെ ആക്കി. അതേപോലെ തന്നെ ആം ഹോളും ഇതുപോലെ തന്നെ ഒരു ബോക്സ് പോലെ ആക്കി എടുക്കണം. അവിടുന്ന് താഴോട്ട് ആം ഹോൾ എത്രയാണോ എടുത്തത് അത്രയും കണ്ടോ താഴോട്ട് വെച്ചിട്ട് അത് രണ്ടും കൂടെ യോജിപ്പിക്കുമ്പം അതൊരു ബോക്സ് പോലെ ആവും. ഇനി നമുക്ക് ഈ കോർണറിൽ ടേപ്പ് ചരിച്ച് വെച്ചുകൊണ്ട് ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തണം. എന്നിട്ട് ഇങ്ങനെ ടേപ്പ് ചരിച്ച് വെച്ചുകൊണ്ട് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തണം. അവിടെ ടേപ്പ് ചരിച്ച് വെച്ചുകൊണ്ട് 1.5 ഇഞ്ച് അടയാളപ്പെടുത്തണം. ആം ഹോളിൽ ടേപ്പ് ചരിച്ച് വെച്ചുകൊണ്ട് 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഈ അടയാളപ്പെടുത്തിയ ഭാഗത്ത് ടച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ അങ്ങ് വരയ്ക്കണം. കണ്ടോ ഷേപ്പിലിങ്ങ് വരച്ചെടുക്കണം. അതേപോലെ തന്നെ ആം ഹോളും ആ പോയിന്റിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ അങ്ങ് വരയ്ക്കണം. ഇനി നമുക്ക് ഈ ഭാഗം ഈ താഴെ അറ്റം 1 ഇഞ്ച് അടയാളപ്പെടുത്തിക്കൊണ്ട് മുകളിൽ വണ്ണം കുറയാതെ ടേപ്പ് ഇങ്ങനെ ചരിച്ച് വെച്ചുകൊണ്ട് മുകളിലത്തെ വണ്ണം കുറയരുത്, താഴെ ആ 1 ഇഞ്ചിലോട്ട് ഒരു ലൈൻ കൊടുക്കണം. കണ്ടോ നമ്മൾ അടയാളപ്പെടുത്തിയ 1 ഇഞ്ചിൽ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, എല്ലാം ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മളിപ്പം കട്ട് ചെയ്തെടുക്കുന്നത് ബാക്ക് പീസാണ്, അത് ഓർമ്മ വേണം കേട്ടോ. ഇനി നമ്മൾ ഈ ബാക്കിലെ പീസ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബാക്കിലെ പീസ് കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ബാക്കിലെ പീസ് എടുത്ത് വണ്ണമെല്ലാം ഇതേ അളവ് തന്നെ മതി. ബാക്കിലെ പീസ് എടുത്ത് ആ ഫ്രണ്ടിലെ പീസ് കട്ട് ചെയ്യുന്നതിൻ്റെ മീതെ വെച്ചിട്ട് അതിനേക്കാൾ താഴോട്ട് 1 ഇഞ്ച് ഇറക്കം കൂടെ അധികം ഇട്ട് വേണം നമ്മൾ ബാക്കിലെ പീസ് വയ്ക്കാൻ. ബാക്കിലെ പീസിനേക്കാൾ 1 ഇഞ്ച് താഴോട്ട് ഇറക്കം അധികം വേണം ഫ്രണ്ട് പീസിന്. എന്നിട്ട് ഫ്രണ്ട് കഴുത്ത് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് അളവെടുത്ത് കട്ട് ചെയ്യാം. ബാക്കിയെല്ലാം അതേ അളവിൽ തന്നെ. ഇതിൻ്റെ ഫ്രണ്ട് പീസും നമുക്ക് 6 ഇഞ്ച് തന്നെയാണ് വേണ്ടത്. അകൽച്ചയും ഷോൾഡറും ആം ഹോളും എല്ലാം ഇതേ അളവ് തന്നെ. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലെ നെക്ക് വരച്ചെടുക്കണം. ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ നമ്മൾ ബോക്സ് പോലെ ആക്കിക്കൊണ്ട് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഫ്രണ്ട് പീസ് അല്ലാതെ അങ്ങ് വരച്ചെടുക്കുക കേട്ടോ. അപ്പം ഇത് ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് താഴോട്ട് 1 ഇഞ്ച് ഇറക്കമുണ്ട്, അത് മറന്നു പോകരുത് കേട്ടോ. അവിടെ ഇങ്ങനെ 1 ഇഞ്ച് ഇറക്കം അധികം ഇട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അത് ബെൽറ്റ് പീസ് കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയാണ്.
അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനീ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിലാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം ഇതിനെക്കുറിച്ച് കേട്ടോ. നിങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ട് എങ്ങനെയുണ്ട്, കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്തറിയിക്കണം. എങ്കിലേ എനിക്ക് പിന്നെയും വീഡിയോ ഇടാനൊരു ഒരു സന്തോഷമൊക്കെ തോന്നത്തുള്ളൂ. അപ്പം നമ്മൾ ഫ്രണ്ടിലെ പീസും കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഈ ഫ്രണ്ട് പീസിലെ ആം ഹോൾ ഒരു സ്വല്പം എടുത്ത് വെട്ടണം. ആ ഭാഗം ബ്ലൗസ് ഇടുമ്പോൾ ചുളുങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടി, നല്ല ടിപ്പായിട്ടിരിക്കുന്നതിന് വേണ്ടിയാണ്. അവിടെ ഒരു 1/2 ഇഞ്ചോളം ഇങ്ങോട്ട് കണ്ട എടുത്ത് വെട്ടണം, ഇങ്ങനെ ഫ്രണ്ടിൽ ആം ഹോൾ കേട്ടോ. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ബെൽറ്റ് പീസാണ്. അപ്പം ബെൽറ്റ് പീസ് കട്ട് ചെയ്യുന്നതിന് നമ്മൾ താണ്ടി ഈ അറ്റം ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തണം. അവിടെ നിന്ന് ഏകദേശം ഒരു 4 ഇഞ്ചോളം അങ്ങോട്ട് നീക്കിക്കൊണ്ട് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തണം. എന്നിട്ട് ഈ അറ്റത്തൊരു 3.25 ഇഞ്ചും അടയാളപ്പെടുത്തണം. എടുത്തിക്കൊണ്ട് നമുക്കിത് ഇങ്ങനെ ഷേപ്പ് ചെയ്തിങ്ങി വരയ്ക്കാം കണ്ടോ. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ബെൽറ്റ് പീസ് നമ്മുടെ ബെൽറ്റ് പീസ് കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പം ബെൽറ്റ് പീസ് 2 എണ്ണമേ ഉള്ളൂ. ഇതേപോലെ 2 പീസും കൂടെ നമുക്ക് വേണ്ടത്. അത് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷമേ ആ ബെൽറ്റ് പീസ് 2 എണ്ണം ആവശ്യമുള്ളത് കട്ട് ചെയ്തെടുക്കത്തുള്ളൂ കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുന്നതിന് തുണി തണ്ടിങ്ങനെ 2ആയിട്ട് മടക്കിയിട്ട് 6 ഇഞ്ച് കൈക്കുഴി എടുക്കുന്ന ബ്ലൗസിന് അതിൻ്റെ കൈവണ്ണം എടുക്കുന്നത് ഒരു 2.5 ഇഞ്ച് കൂടി കൂട്ടി 8.5 ഇഞ്ച് എടുക്കണം. 8.5 ഇഞ്ച് എടുത്തിട്ട് നമുക്ക് എത്ര ഇഞ്ചാണോ കൈനീളം വേണ്ടത് അതിനേക്കാൾ 1 ഇഞ്ച് കൂടുതലിട്ട് വേണം നമ്മൾ വെട്ടാൻ. എന്താണെന്ന് വെച്ചാൽ താഴെ ഒരു 3/4 ഇഞ്ചോളം മടക്കി തയ്ക്കണം. എന്നിട്ട് മുകളിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് പോകത്തില്ല, 1/2 ഇഞ്ച് പോകത്തില്ല, ഒരു 1/2 ഇഞ്ച് താഴെ പോകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 1 ഇഞ്ച് കൂട്ടിയെടുക്കുന്നത്. 1 ഇഞ്ചോ 1.5 ഇഞ്ചോ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടിയെടുക്കാം കേട്ടോ. ഉണ്ട് എനിക്ക് കൈനീളം ഒരു 8 ഇഞ്ചാണ് വേണ്ടത്. മടക്കിയതിന് ശേഷം ഞാൻ 8.5 ഇഞ്ച് എടുത്തു. താഴ്ഭാഗം മടക്കിയതിന് ശേഷം 8.5 ഇഞ്ച് എടുത്ത് ആ 8.5 ഇഞ്ച് ഇങ്ങനെ ഇവിടെ വെച്ചുകൊണ്ട് 3 ഇഞ്ച് താഴ്ത്തി ഒരു അടയാളപ്പെടുത്തണം കണ്ടോ. ഇവിടെ നമ്മൾ കൈനീളം 8.5 ഇഞ്ച് എടുത്തതിൽ നിന്നും ഒരു 3 ഇഞ്ച് താഴ്ത്തി ഒരു അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഷേപ്പിന് അങ്ങ് വരച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മളിനി വേണമെങ്കിൽ ഒന്ന് അളന്ന് നോക്കണം നമ്മുടെ ആം ഹോൾ എത്ര ഉണ്ട്, അതനുസരിച്ച് ഇത് ഉണ്ടോയെന്ന്. അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. കേട്ടോ ആ സ്ലീവിൻ്റെ ആ വരച്ചതും അടയാളപ്പെടുത്തി ആം ഹോളും വേണ്ട നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത്. മുകളിൽ 1/2 ഇഞ്ചോളം തയ്യൽ തുമ്പ് പോകുന്നത് താഴ്ത്തി വേണം അടയാളപ്പെടുത്താൻ കണ്ടോ. അത് കറക്റ്റാണ്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ വീണ്ടും പറയുക, എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. വീണ്ടും പറയുന്നത് എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ ആരും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നില്ല. എല്ലാവരും അവരവർ വേണ്ട ഭാഗങ്ങൾ കണ്ടിട്ടങ്ങ് പോവുക. നമുക്ക് കമൻറ്റൊക്കെ കാണുമ്പോഴാണ് വീണ്ടും വീഡിയോ ഇടണമെന്ന് തോന്നുന്നത്. മറ്റേ ആ സെൻറ്റർ നമ്മളൊന്ന് അടയാളപ്പെടുത്തി ഇങ്ങനെ കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒരു സ്ലീവും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് 2 സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ട് ഒരു സ്ലീവിൻ്റെ മീതെ അടുത്ത സ്ലീവ് എടുത്ത് വെച്ചുകൊണ്ട് നമ്മൾ ആ ഫ്രണ്ടിൽ ആം ഹോൾ എടുത്ത് വെട്ടിയില്ല, അതുപോലെ തന്നെ നമ്മൾ സ്ലീവിലും എടുത്ത് വെട്ടണം. അപ്പം മുകളിലത്തെ ഒരു പീസ് ഇങ്ങോട്ട് മാറ്റിക്കൊണ്ട് അടിയിലത്തെ ഒരു പീസും മാറ്റിയിട്ട് ഇടയിലത്തെ 2 പീസ്, ആ ഇടയിലത്തെ 2 പീസിലാണ് നമ്മൾ ആ ഫ്രണ്ട് ആം ഹോൾ എടുത്ത് വെട്ടിയതുപോലെ തന്നെ ഈ സ്ലീവിലും വരയ്ക്കുന്നത് നോക്കിക്കണം കണ്ടോ. ഒരു 1/2 ഇഞ്ച് വരച്ചിട്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
ആ ഇടയ്ക്കലത്തെ 2 പീസാണ്. മുകളിൽ നിന്നും താഴെ നിന്നും ഓരോ പീസ് നീക്കിയിട്ട് ഇടയിലുള്ള 2 പീസാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. എങ്കിലേ അത് രണ്ട് ഇടതുവശത്തെയും വലതുവശത്തെയും കയ്യിലെ ഫ്രണ്ടിന് വരുത്തുള്ളൂ. ഉണ്ടോ? ഇനി നമുക്ക് വേണ്ടത് ഈ ബെൽറ്റ് പീസാണ്. ഈ ബെൽറ്റ് പീസ് ഇതേപോലെ തന്നെ 2 പീസ് കൂടി നമ്മൾ ബെൽറ്റ് പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ആ ബെൽറ്റ് പീസ് കൂടി കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ ആ 2 ബെൽറ്റ് പീസും കൂടെ കട്ട് ചെയ്തെടുത്ത് കണ്ടോ. ഇപ്പം 4 പീസുണ്ട് കണ്ടോ. അത് 2, ഇത് 2. ഇനി നമുക്ക് വേണ്ടത് അടിപ്പട്ടയാണ്. ബ്ലൗസിൻ്റെ ബാക്കിലെ പീസിന് കണ്ട ഈ ഭാഗത്ത് ഉണ്ടോ വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള അടിപ്പട്ട അത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഒരു 1.5 ഇഞ്ച് വീതിയിൽ അവിടെ വെച്ച് തയ്ക്കാനുള്ള പീസ് കട്ട് ചെയ്തെടുത്ത്. ഇനി ഈ ഫ്രണ്ടിൽ നെഞ്ചുപടി കട്ട് ചെയ്തെടുക്കണം. ഒന്ന് ഹുക്ക് വയ്ക്കാനും ഒന്ന് ഹുക്ക് ഹോൾ വയ്ക്കാനും അതുകൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഹുക്ക് വയ്ക്കുന്നതിന് 1 ഇഞ്ച് വീതിയും ഹുക്ക് ഹോൾ വയ്ക്കുന്നതിന് 2 ഇഞ്ച് വീതിയുമാണ് വേണ്ടത്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുത്ത് കണ്ടോ. ഇനി നമുക്ക് ക്രോസ് പീസ് കൂടി കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ നെക്കിൽ വെച്ച് തയ്ക്കുന്നതിനാണ്. അപ്പോൾ ക്രോസ് പീസ് ഇങ്ങനെ ക്രോസിന് കട്ട് ചെയ്തിട്ട് 1.5 ഇഞ്ച് വീതിയിൽ അതിനാവശ്യത്തിനുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം ക്രോസിന് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന്. കണ്ടോ, ക്രോസിനിങ്ങനെ വരച്ചിട്ട് 1.5 ഇഞ്ച് വീതിയിൽ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിക്കൊണ്ട് താഴെയും 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ സ്കെയിൽ വെച്ച് 2 or 3 പീസ് വലുതാണെങ്കിൽ 2 പീസായാലും മതി, ഇല്ലെങ്കിൽ 3, 4 പീസ് ചെറുതാണെങ്കിൽ നമുക്ക് വേണ്ടി വരും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ക്രോസ് പീസ്. അപ്പം നമ്മൾ ക്രോസ് പീസും കട്ട് ചെയ്തെടുത്ത് അപ്പം നമ്മുടെ ബ്ലൗസിൻ്റെ കട്ടിങ് കഴിഞ്ഞ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം.